പറ്റിയില്ല എങ്കിൽ മാത്രമേ സൈലന്റ് ആക്കി വെക്കാവുള്ളൂ. ബാക്കി സാധിക്കുന്ന എല്ലാ മക്കളും സ്വിച്ച് ഓഫ് ചെയ്യും. ഞാനവിടെ സെന്ററിൽ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഒരു ഫോൺ വിളിക്കണേ ഒരുപാട് ട്രങ്കോട് ബുക്ക് ചെയ്യണം, എത്ര മണിക്കൂർ കാത്തിരിക്കണം. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെ ഈ ലോകത്തിന്റെ ഏത് ഭാഗവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരമൊക്കെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ബ്ലെസ്സിംഗാണ്. ഈ അനുഗ്രഹം സ്വന്തമാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കരകയറ്റം പറയുമ്പോൾ ഭയങ്കര ത്രില്ലോടെ എല്ലാവരും കരകയറ്റും. എന്നിട്ട് ഞാനിങ്ങനെ പറയണം, 232 ഫോണാണ്. അപ്പൊ ഞാൻ പറയും, അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴും 232 ഫോണും ഓഫീസിലെ ലോക്കറിൽ ഉണ്ടാവണമെന്ന് പറയും. അപ്പോഴെല്ലാവരും അറിയുന്നത് അതായത് കൈവക്കിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ സെന്ററിലെ താമസിന് വരുന്നവരുടെ മുഴുവൻ ഫോണും വാങ്ങിച്ച് ലോക്കറി വെക്കും. കാരണം നമ്മുടെ നാട്ടിൽ പുറത്തെ ആൾക്കാരല്ല, അത്രയും പക്വതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും കംപ്ലീറ്റ് ഫോൺ. ഇനി ആരെങ്കിലും ഫോണോട് ഉപയോഗിക്കുന്നത് കണ്ടാൽ അവിടെ ശുശ്രൂഷയോട് ഞാൻ പറഞ്ഞിട്ട് ഫോണൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ വാങ്ങിച്ച് അവരുടെ പേരെഴുതി ഓഫീസിൽ കൊണ്ടു കൊടുക്കും, പിന്നെ പോകാതെ തിരിച്ചു കൊടുക്കുകയുള്ളൂ. പക്ഷെ ആ പരിപാടിയൊന്നും ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് പക്വതയോടെ വന്നിരിക്കുന്ന മക്കളാണ്. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. പക്ഷെ നിങ്ങളത് നിവൃത്തി ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കുക. പക്ഷെ ഉപയോഗിക്കുക. അത് ഫോൺ എന്ന് പറയുമ്പോൾ സംസാരം മാത്രമല്ല, ചിലർ അതിനേക്കാളും വിദഗ്ധമായ രീതിയിൽ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കില്ലേ, നമ്മളിങ്ങനെ അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും, പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കും, പക്ഷെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിനിടയ്ക്ക് അത് ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജും പൂർണ്ണമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ട. നമ്മളും ഈശോയുമായിട്ട് ഈ ദിവസത്തിൽ 3 ദിവസം കൊണ്ട് ആകാശം ഇങ്ങനെ പോകാൻ പോകുന്നില്ല. നമ്മളും ഈശോയുമായിട്ട് ആ ബന്ധത്തിൽ മാത്രം ആയിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളികളൊക്കെ നമ്മൾ അവരിൽ ആശ്രയിക്കും. നമ്മൾ ഈ ഞാൻ വിളിച്ചിട്ട് എന്നാ സംഭവിക്കും, വീട്ടിൽ ആകാശം ഇനിയും വീഴുപോലെ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കാൻ പ്രശ്നമാണ്, അങ്ങനെ ഒന്നുമില്ല മക്കളെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ ജീവിത പങ്കാളി. ദൈവം ആ മനുഷ്യൻ ഒരു ചൂടുവെള്ളം പോലെ ഉണ്ടാകാത്ത ആളായി ദിവസങ്ങൾ അതൊക്കെ തന്നെ ക്രമീകരിച്ചോളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. ഈശോയുടെ കരങ്ങളിൽ അവർ സുരക്ഷിതരാണ്. നമ്മള് ഒന്ന് ഫോൺ വിളിക്കുന്നത് കൊണ്ട് നമ്മൾക്കൊരു ഉള്ളിലെ ദൈവാനുഗ്രഹം കുറയുന്നല്ലാണ്ട് അവർക്ക് അതുകൊണ്ടൊരു വലിയ അനുഗ്രഹമോ അതുകൊണ്ട് വലിയൊരു നന്മയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള എല്ലാ ബന്ധവും ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിച്ഛേദിച്ച് നമ്മളും ഈശോയും പരസ്പരം ഒരു കാരണവശാലും വേണ്ടാതിരിക്കുക, നിശബ്ദതയിലായിരിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക. അതുകൊണ്ട് പരിപൂർണ്ണ നിശബ്ദം. നമുക്കെല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പൊ നിശബ്ദത കാത്തു സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നമുക്കൊരു നിമിഷം കാര്യങ്ങളൊക്കെ യാചന രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്നത്. സ്നേഹനാഥ, ഇത് പൂർണ്ണതയിൽ പങ്കുചേരുവാൻ അവിടുത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ആശ്രയിച്ചുകൊണ്ട് പരിപൂർണ്ണ നിശബ്ദത പാലിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം അഫപുരം പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ബലമായി, ആശ്രയമായി, സങ്കേതമായി ഞങ്ങളോടൊത്ത് വസിക്കണമേ. പരിശുദ്ധാത്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം യാചിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം യാചിക്കണമേ. ആമേൻ. കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. രാവിലെ 8 മണി തൊട്ട് ഓരോരുത്തരും എത്തിയതാണ്. ഇതിനോടൊപ്പം പഴയ ആൾക്കാരെ എടുത്ത് പരിചയപ്പെടാനും പുതുമുഖങ്ങളോടൊക്കെ പേര് ചോദിക്കാനും വേണ്ടുന്ന എങ്ങനെയാണൊക്കെ
ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ പക്ഷം പേരെങ്കിലും ചോദിക്കാൻ, സ്ഥലം എവിടെയാണെന്നെങ്കിലും ചോദിക്കാൻ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി. ഈ വന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഇത് പരിചയപ്പെടാനായിട്ട് സാധിച്ച പ്രയോജനപ്പെടുത്തിയ മക്കളുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി. പരസ്പരം എന്താ, എവിടെയാ, ഏതാ, അതൊരു സാമാന്യ മര്യാദയാണ് അല്ലേ? മാനുഷികമായിട്ടൊരു നമ്മളൊരു മനുഷ്യനാണെന്നുള്ളൊരു വാക്യമാരുടെ ഇടമാണ്. പരസ്പരം പരിചയമില്ലാത്തവരെ കണ്ടു എവിടുന്ന എന്താ ഏതാന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ അവസരം പ്രയോജനപ്പെടുത്തിയിലേക്ക് ഒന്ന് കരമുയർത്തിക്ക്. പ്രൈസ് ലോർഡ്. നന്നായില്ലേ? പ്രൈസ് ലോർഡ്. അപ്പം ഇത്രയും സമയമായിട്ട് പരിചയപ്പെടാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഇനി ആരെയും പരിചയപ്പെടണം. അതായത് തിങ്കളാഴ്ച നമ്മുടെ തപസ് ഒരു 3 മണിയോടുകൂടി തീരും. ഈ 3 മണിവരെയുള്ള സമയത്ത് ഒരു മനുഷ്യരും ആരെയും പരിചയപ്പെടണം. ഞാൻ പറയും, പേര് ചോദിക്കുന്നതിനേക്കാൾ അപകടമാണ് നാട്ടിലെ സ്ഥലം ചോദിച്ചാൽ. ഇവിടുത്തെ സ്ഥലം വെച്ച് പിന്നെ പ്രശ്നമില്ല. നാട്ടില് എവിടെ കൂത്താപ്പുറത്താ അല്ലെങ്കിൽ തൃശ്ശൂരുടെ വാളയോ ഒയ്യോ അവിടെ ആന്റിയുടെ വീടുണ്ട്. പിന്നെ പറയുമ്പോൾ ബന്ധുക്കാരും സ്വന്തക്കാരും പരിചയക്കാരും ഒക്കെ ആയിട്ടായിരിക്കും ഇവിടുന്ന് പിരിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പരിചയപ്പെടാനോ ബന്ധം പുതുക്കാനോ വന്നിരിക്കുന്നില്ല. നമ്മൾ ആരുമായിട്ടുള്ള പരിചയം പുതുക്കാനോ വന്നിരിക്കുന്നത്. നമ്മൾ ഈശോയുമായിട്ടുള്ള ബന്ധം, അത് മാത്രം മതി. ബാഹ്യമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിബന്ധങ്ങൾ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മളും ഈശോയുമായിട്ടുള്ള ബന്ധം അതിന്റെ പൂർണ്ണതയിൽ ഒന്ന് വളർത്തിയെടുക്കുക. പ്രൈസ് ലോർഡ്. കരമുയർത്തി പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ നോട്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ കുറിച്ച് പല കാര്യങ്ങൾക്കും ഈശോ ഉത്തരം തന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകിട്ടോ നാളെ വൈകിട്ടൊക്കെ ആയിട്ട് കിട്ടിയ അനുഭവങ്ങളും തീരുമാനങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു. നമുക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കും തപസ് കൊടുക്കും വലിയൊരു മോട്ടിവേഷൻ ആകും. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മളങ്ങ് മറന്നു. കാരണം കിട്ടാത്തതിന്റെ വലിയ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. കാരണം പല ആവശ്യങ്ങളും നമ്മുടെ ഈ ലോകത്തിലെ ആയിരിക്കുന്നിടത്തോളം പല ആവശ്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മള് ഇതുവരെയുള്ള ഈ ജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ ഇതുമാത്രം അനുഗ്രഹം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഓർമ്മ വെച്ചാൽ ആരും മുതൽ പുറകോട്ടൊന്ന് പോവുകയാണെങ്കിൽ ഇതുമാത്രം നന്മകള് നമ്മളെക്കാൾ വലിയ പ്രഗത്ഭരും കഴിവുള്ളവരും പഠിക്കാൻ കഴിവുള്ളവരും സാമ്പത്തിക ഭദ്രതയുള്ളവരും ഒക്കെ അനേകായിരങ്ങളുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മുടെ അടുത്ത് ഉപയോഗിച്ചു. ഈ രാജ്യത്ത് കൊണ്ടുവന്ന് പല രീതിയിൽ കർത്താവ് നമ്മുടെ അടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ എന്തുമാത്രം നന്മകൾ കിട്ടിയാലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പലപ്പോഴും കിട്ടിയ നന്മയെ ഓർത്ത് നമ്മുടെ നന്ദി പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണം കിട്ടാത്ത പല അതിനേക്കാൾ കൂടുതൽ ലിസ്റ്റ് നമ്മളെ കയ്യില് ഇങ്ങനെ കിടക്കുക. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ എല്ലാ തപസ്സിലും ചെയ്തൊരു കാര്യമാണ് നോട്ട് ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പുതിയ 5 നിയോഗങ്ങൾ ആ നോട്ട് ബുക്കിൽ നിന്ന് കുറിക്കുക. നോട്ട് ബുക്കിലും പേപ്പറിലും എവിടെയെങ്കിലും ഇതൊരു റിട്ടൺ ഡോക്യുമെന്റ് ആക്കുക നമ്മൾ. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഈ നോട്ട് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുമ്പോഴെങ്കിലും ദൈവമേ ഞാൻ എഴുതിയിട്ട എല്ലാ കാര്യങ്ങൾക്കും ഈശോയെ നീ ഉത്തരം തന്നല്ലോ എന്ന് നമുക്ക് പറയാനൊരു അവസരം കിട്ടും. നോട്ട് ബുക്ക് ഇല്ലാത്തവർ നിങ്ങളുടെ വായനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബ്രേക്കിന് സമയത്ത് പോയിട്ട് എടുത്തോണ്ട് വെക്കണം. എന്നിട്ട് അതിൽ കുറിച്ച് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലാത്ത നിയോഗങ്ങളാണെങ്കിൽ ആ പ്രാർത്ഥന പുസ്തകത്തിന്റെ പുറകിൽ ഒരു വെള്ള പേജ് ഇല്ലേ, ഒരു പ്ലെയിൻ പേജില്ലേ, അപ്പൊ അതിലോട്ട് നിങ്ങൾ ആ നിയോഗം വേണമെങ്കിൽ കുറിച്ച് വെച്ചു. പേപ്പറോ നോട്ട് ബുക്കോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പ്രാർത്ഥന പുസ്തകത്തിന്റെ പുറകിൽ ഒരു പേജ് കിടക്കണം. അതിലോട്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും ചില നിയോഗങ്ങൾ മറ്റുള്ളവരെ അറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെയല്ല, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ കരം ഉയർത്തി സ്വതന്ത്രമായിട്ട് നമ്മുടെ എല്ലാവരുടെയും അധികാരത്തിന്റെ ഭൗതിക നിയോഗങ്ങള്, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിത പങ്കാളി, കുഞ്ഞുങ്ങള്, അതുപോലെ നമ്മുടെ കുഞ്ഞുസ്, അമ്മ വീട്, നമ്മളെ സഹായിക്കുന്ന മക്കള് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. സന്തോഷം, സമാധാനം കർത്താവേ
നമ്മളിൽ പലർക്കും പലവിധ രോഗങ്ങളും വേദനകളും ഒത്തിരിയുള്ള മക്കള് ഉണ്ട്. പ്രൈസിലോ ശക്തിയോടെ പ്രൈസിലോ ജീവനോടെ പ്രൈസിലോ പ്രൈസിലോ പ്രൈസിലോ. അപ്പൊ വിവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന അനേകർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം നടുവേദനയുള്ളവരുണ്ട്, പുറവേദനയുള്ളവരുണ്ട്, ഷുഗർ രോഗികളുണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, അലർജി രോഗമുള്ളവരുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്ന മക്കള്, നടുവേദന, പുറവേദന, തലവേദന, തുമ്മല, ചീറ്റല്, നടുവേദന, എന്തെങ്കിലും വേദനകള്, അങ്ങനെ വിവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന മക്കൾ, ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, ഡിസ്റ്റർബൻസ് ഉള്ള മക്കൾക്ക് ഒന്ന് കരമേൽക്കുകയും ഏതെങ്കിലും നടുവേദനയോ പുറവേദനയോ അലർജിയോ തുമ്മലോ ചീറ്റലോ ഷുഗറോ പ്രഷറോ ഹാർട്ടോ ഇങ്ങനെ ഏതെങ്കിലും നന്നായിട്ട് കരമേൽക്കുകയും ഏതെങ്കിലും രോഗങ്ങൾ കരമുയർത്തിയത് മാത്രം നന്നായിട്ട് കരമുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഇടപെടൽ നോക്കിയത് എല്ലാം അവസ്ഥയിൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായ കാര്യമാണ്. കാരണം എന്നറിയോ, ഇപ്പൊ ഷുഗറുള്ള ചില ഷുഗർ രോഗികളൊക്കെ നാട്ടിലൊക്കെയാണ് ഷുഗറോ ഇങ്ങനെ കൂടാൻ പറ്റുമോ, ഒരുപാട് എല്ലാവർക്കും തന്നെ ഷുഗറുള്ളതാണ്. അപ്പൊ ഈ രോഗികളായിട്ടുള്ള വ്യക്തികൾ തപസ്സിലോട്ട് വരുമ്പോൾ അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ദൈവമേ 3 ദിവസം ഉപവാസം ചെയ്യാൻ രോഗിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരാ, എനിക്ക് മാത്രമേ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വ്യക്തികൾക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഏതെങ്കിലും രോഗമുള്ള മക്കളൊന്നും കരഞ്ഞേർത്താൻ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഇടവേള നോക്കാൻ പറയുന്നറിയോ, ഇത് ഞാൻ മാത്രമല്ല, ഏകദേശം 90% ആൾക്കാരും ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയിൽ ഉള്ളവരാണ്. പ്രൈസിലോ. ഈ കഴിഞ്ഞ 1-2 മാസമായിട്ട് എനിക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഇരിക്കാനും മേലെ വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകും. അപ്പോൾ അവസാനം രക്ഷയില്ല, പിന്നെ ഇങ്ങോട്ട് നല്ല നടക്കുമല്ലേ. ഞാൻ പിന്നെ കഴിഞ്ഞ മാസം പോയി, ഈ മാസം ആദ്യം പോയി ലേശ്വർ ഹോസ്പിറ്റലിൽ, എറണാകുളത്തെ ലേശ്വറിൽ പോയി അവിടുത്തെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. കുറേ സ്കാനിങ്ങും അതും MRI എല്ലാം എടുത്തു. വായ്പോടും പണ്ട് ഇച്ചിരി പൊട്ടലും വലിച്ചെറിഞ്ഞ സമയത്ത് പൊട്ടലൊക്കെ ഉള്ളതാണ്. അത് കുറെ കൂടെ ഫേസ് ആയിട്ടൊരു വായ്പോടും. അതുകൊണ്ട് വേദനയുടെ രോഗത്തിലൂടെ കടന്നു വന്നു. പ്രൈസിലോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഈ നിൽക്കുന്ന ഞാൻ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും പല വേദനയാൽ ബുദ്ധിമുട്ടുന്നവരാണ്. പക്ഷെ ഒരു കാര്യം, ലേശ്വറിൽ വന്നിരിക്കുന്ന ഒരു കെട്ട് ടാബ്ലറ്റ് എൻ്റെ ഉണ്ട്. പക്ഷെ ഞാനത് അവിടെ വയനാട്ടിൽ വെച്ചിരിക്കുകയാണ്. ഈ തപസ്സിന്റെ സമയത്തൊന്നും ഞാൻ അത് കഴിക്കത്തില്ല. അപ്പം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു കാരണവശാലും മരുന്ന് ഉപയോഗിക്കേണ്ട. നമ്മൾ ആശ്രയിക്കുന്നത് ഈശോയെ. മരുന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കരങ്ങളിൽ വെച്ചേക്കുന്നുണ്ടെങ്കിൽ കയ്യിരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങളിൽ അത് ഉപയോഗിക്കേണ്ട. ഇനി ഒരിക്കലും മരുന്ന് ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ദിവസങ്ങളിൽ, അതായത് തപസ്സിന്റെ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ നമ്മള് കഴിഞ്ഞ വർഷത്തെ തപസ് കഴിഞ്ഞ് പോയില്ലേ, മാർച്ചിൽ. ഇവിടെ നമ്മുടെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോങ് വീക്കിന്റെ സമയത്തിലായിരുന്നു. മാർച്ചിൽ ഞാൻ എടുത്ത് തപസ് ചെയ്യാൻ നമ്മളും എയർപോർട്ടിൽ നിന്ന് ഒരു കുടുംബം എന്നെ തപസ് നടക്കുന്നതിലേക്ക് കുറെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് അവരെ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവരെന്നെ തപസ് നടക്കുന്നിടത്തോട്ട് സംഘടകരായ രീതിയിൽ ക്രമീകരിച്ചിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്നെ കൊണ്ട് അവിടെ പോകുന്ന വഴിക്ക് ജീവിതപങ്കാളികൾ 2 പേരുണ്ട്. പേരോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തപസ്സിന് വരണമെന്ന് വലിയൊരു ആഗ്രഹം അച്ഛനാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തപസ് കൂടണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് 2 പേരും കൂടെ പോലെ അപ്പൊ ഒരിക്കലും നടക്കത്തില്ല അച്ഛൻ പറഞ്ഞത്. ശരി, കൊച്ചു പിള്ളേരാണോ? അല്ല അച്ഛാ, പിള്ളേർക്ക് ചില 2ാമത്തെ പ്രായം പറയാൻ കിടത്തില്ല. കാരണം പിള്ളേർക്ക് കോളേജിലായി ചെറുപ്പക്കാരെ പറയാം. പിള്ളേർക്ക് കോളേജിലായി ഒരു കുഴപ്പമില്ല. പിന്നെന്താ അച്ഛൻ പ്രായം ചെന്ന അമ്മച്ചിയുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അമ്മച്ചിനെ കൊണ്ടുപോകാം. അത് ഇത് നടക്കുന്നില്ല അച്ഛൻ പറഞ്ഞു. പക്ഷെ എന്താ, അമ്മച്ചിക്ക് ഓക്സിജന്റെ സപ്പോർട്ടിലാണ്. നാച്ചുറലായിട്ട് നമ്മളത് ശ്വസിക്കുന്നത് പോലെ അമ്മച്ചി ശ്വസിക്കുന്നില്ല. ഓക്സിജന്റെ സപ്പോർട്ടോടുകൂടിയേ അമ്മച്ചി ശ്വാസം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മച്ചിയെ കൊണ്ടുവരാനായിട്ട്
പരിസ്ഥിതിക്കാണെങ്കിൽ അമ്മച്ചിയെ കൊണ്ടുവരാൻ. അപ്പൊ അത് നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാറിനകത്ത് അമ്മച്ചിയെ കൊണ്ടുവന്നിരുത്തി ഓക്സിജൻ സിലിണ്ടറൊക്കെ കാറിനകത്ത് പിടിച്ചു വെച്ച് ഫിൽറ്ററൊക്കെ വെച്ച് എല്ലാ സെറ്റപ്പും ചെയ്ത് ട്യൂബൊക്കെ കുറച്ച് നീളമുള്ള ട്യൂബൊക്കെ സംഘടിപ്പിച്ച് സിലിണ്ടറൊക്കെ സൈഡ് ഫിറ്റ് ചെയ്ത് ട്യൂബൊക്കെ നമ്മൾ കാര്യം ചെയ്യും. ഇപ്പൊ ട്യൂബ് സിലിണ്ടറൊക്കെ അവിടെ ഇരുന്നോണ്ട് ഇപ്പൊ നമുക്ക് അമ്മച്ചിയെ റിലാക്സ് ചെയ്ത് ഈ ഗ്രൂപ്പിലൂടെ തിരിക്കട്ടെ. എപ്പോ അമ്മച്ചിക്ക് നിങ്ങളടുത്തിരുന്നോ, എപ്പോ അമ്മച്ചിക്ക് മേലാതെ വരുന്നു, ആ സമയത്ത് നിങ്ങൾ ഓക്സിജൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നല്ല ചോദ്യ വർഷമായിട്ട് അമ്മച്ചി സപ്പോർട്ടോടെ ആയിരിക്കും. സാരമില്ല, താമസമല്ലേ, അമ്മച്ചി ഏതായാലും ഇരിക്കട്ടെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവര്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവര് ഓക്സിജൻ സിലിണ്ടറൊക്കെ അവിടെ വെച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ 3 ദിവസവും ഒരു ബുദ്ധിമുട്ടില്ലാതെ അമ്മച്ചി ദിവസവും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ആ പരിപാലനയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഈശോയ്ക്ക് കൊടുക്കുക, ഈശോയുടെ ഇടപെടലിനായിട്ട് നമ്മൾ സമർപ്പിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മരുന്ന് അന്ന് പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. ഈശോയുടെ കാര്യങ്ങളിൽ നമ്മൾ എത്ര പറഞ്ഞാലും ചിലര് അറിയാതെ ചിലപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയത്തെത്താൻ പറ്റാതെ വണ്ടി കിട്ടാതെ താമസിച്ചു വരുന്നവരുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞായിരിക്കും ചിലർ വരുന്നത്. ഒരു പ്രാവശ്യം നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് ഒരു പ്രൊഫസറും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളികളെ താമസിച്ച് ഒത്തിരി വൈകിയാണ്. ഇപ്പൊ ഞാൻ ഈ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു കയറി. ഈ പ്രൊഫസർ ഒത്തിരി നല്ല പ്രാർത്ഥനയോടാണ് ഒത്തിരി ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നാട്ടിന് നല്ല ബ്ലോക്കുണ്ട്, സിവിയർ ആയിട്ടുള്ള അൾസറുണ്ട്, കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ രാത്രിയിൽ 5-6 ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞത് അദ്ദേഹം കേൾക്കാഞ്ഞതുകൊണ്ട് കിടക്കാൻ നേരത്ത് ആഘോഷമായിട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല, 5-6 ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചു. ഒരു 12-1 മണിയൊക്കെ ആയപ്പോൾ വയറ് പൊട്ടുവാണോ, ചന്ത് പൊട്ടുവാണോ, വേദനയാണോ, പ്രവേശമാണോ എന്നാന്നറിയത്തില്ല. ഇതൊരു വിധത്തിലും അദ്ദേഹത്തിന് കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർ പറഞ്ഞു എനിക്ക് സ്റ്റൊമക്കില് ഇതെല്ലാം കൂടെ കഴിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യം ചെയ്യും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം പറഞ്ഞു. ഈ സാറ് ജീവമായി ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ ഡോക്ടർ പിടിച്ച് IV ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തു. ഒരുവിധം നേരം കൊടുത്തു കൊടുത്തു. അവിടെ കാരണം ഏതാണ് മനസ്സിലായി, എനിക്ക് സ്റ്റൊമക്കിൽ ഇതെല്ലാം കൂടെ ചെയ്തില്ല. രാവിലെ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ചെയ്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലേ ഇത് കാര്യം ചെയ്യേ, ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പൂർവാധിക ശക്തിയോടെ അടുത്ത തവസിൽ വന്ന് കൂടാൻ പറഞ്ഞു. സാർ പറയും എന്റെ അച്ഛൻ ഇത് കേൾക്കാൻ ആയിരുന്നെങ്കിൽ ഇന്നലെ ഡോക്ടർ നിർബന്ധിച്ചിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചത്. അച്ഛാ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കൂടണം. അതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഡോക്ടർ നിർബന്ധിച്ച് ബൈ ഫോഴ്സ് എന്നതുപോലെ IV കേട്ടു, ഏതാ ഗ്ലൂക്കോസ് ഒക്കെ തന്നു. അത് ഞാൻ മനസ്സറിയാതെ ചെയ്തു. അതുകൊണ്ട് ആ ചെയ്യി എനിക്കിപ്പോ ലീവൊക്കെ ക്രമീകരിച്ച് ഓടി വരാൻ പറ്റത്തില്ലെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ ജീവിത പങ്കാളി എന്റെ കൂടെയുണ്ട്. എനിക്ക് എന്നാ സംഭവിച്ചാലും വേണേ എഴുതി ഒപ്പിട്ട് തരാം, അവള് പൂർണ്ണ ഉത്തരവാദിയാണ്. അവർക്ക് ഒരു ഞാൻ മരിച്ചത് പറഞ്ഞാൽ അച്ഛനൊരു റിസ്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ അനുവദിക്കും. ഇത്രയും ഇങ്ങനെ പറയുന്നവരോട് നമ്മൾ ഒപ്പോ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ ഞങ്ങൾ നിന്ന് കുടിക്കണം പറഞ്ഞു. മരുന്നൊക്കെ മാറ്റി വെച്ചു. പിന്നെ ബാക്കി 2 ദിവസം നന്നായിട്ട് താമസം കൂടി. അതുകൊണ്ട് നമ്മള് മരുന്ന് നമുക്ക് മരുന്ന് പിന്നെ ഉപയോഗിക്കാൻ ഭക്ഷണം കഴിക്കാൻ നമ്മൾ മരുന്ന് കഴിച്ചാൽ അത് ഉപകാരത്തെക്കാൾ കൂടുതലുമാണ്, ചിലപ്പോൾ അപകടകരവുമാണ്. ചില ഹൈ ഡോസ് മരുന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മെഡിസിൻ നമുക്കറിയാലോ. നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട അല്ലെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് ഞാനുണ്ട്. മെഡിസിൻ തരുന്ന സമയത്ത് തരുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ കഴിക്കാനാണ് സാധാരണ പറയുന്നത്? ഒന്നുകിൽ കൂടുതൽ മരുന്ന് ആഹാരത്തിന് ശേഷം, ആഫ്റ്റർ മീൽ അല്ലെ, അല്ലെങ്കിലും ബിഫോർ ഭക്ഷണത്തിന് മുൻപ്. ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ്. ഈ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈശ്വരാശ്രയിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് രോഗവും മരുന്നും എല്ലാം കൊടുത്തേക്കുക. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈശോയോടെ ആയിരിക്കുക. പ്രൈസലോ, കരുണയുയർത്തി പ്രൈസലോ, സ്വർണ്ണയുയർത്തി പ്രൈസലോ, ശക്തിയോടെ പ്രൈസലോ. തുടങ്ങിയത് കരിസ്മാറ്റിക്കാരായവര് ഈശോ തന്നെയാണ് ഈ 3 ദിവസത്തെ തപസ് ആരംഭിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ട്
15-ാം അധ്യായത്തിലെ 32 മുതൽ വരെ നോക്കിയാൽ രണ്ടാമതും ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. അവിടെ പറയുകയാണ്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. തപസ്സിൽ കിട്ടുന്ന ദൈവാനുഗ്രഹത്തിന്റെ രഹസ്യം ഈ വചനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നാനുള്ള രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഈശോയ്ക്ക് അനുകമ്പ തോന്നാനുള്ള രണ്ട് കാരണം. ഒന്ന്, 3 ദിവസമായി ഈ ജനക്കൂട്ടം എന്നോട് കൂടെ. 3 ദിവസമായി ഈ ജനക്കൂട്ടം എന്നോട് കൂടെ. അപ്പോ ഉപവാസം എന്ന വാക്കിനർത്ഥം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? കൂടെ വസിക്കുക. ആരുടെ കൂടെ? ഈശോയുടെ കൂടെ. അപ്പോൾ ഈശോ പറയുകയാണ്, 3 ദിവസമായി ഈ ജനക്കൂട്ടം എന്നോട് കൂടെ. 3 ദിവസമായി ഈ ജനക്കൂട്ടം എന്നോട് കൂടെ. ഇന്ന് തൊട്ട് നാളെ ആയിട്ടുള്ള ഒരു ദിവസം, നാളെ തൊട്ട് തിങ്കളാഴ്ച ആയിട്ടുള്ള, അപ്പം അങ്ങനെ 3 ദിവസമായിട്ട് ഈശോയുടെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. 3 ദിവസം. ഇനി രണ്ടാമത് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നും ഇല്ല. അപ്പോൾ ഭക്ഷണം മാറ്റിവെച്ച് 3 ദിവസം ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഈശോയുടെ അനുകമ്പ അതിന്റെ പൂർണ്ണതയിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഭക്ഷണം മാറ്റിവെച്ച് ഈശോയുടെ കൂടെ 3 ദിവസം ചെലവഴിക്കുമ്പോഴാണ് അത് തപസ് ആകുന്നത്. അല്ലെങ്കിൽ ഉപവാസം എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് അങ്ങനെയാകുന്നു. തപസ് ആകണമെങ്കിൽ 3 ദിവസം നമ്മൾ ഈശോയുടെ കൂടെ ചെലവഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 63-ാം വചനത്തിന്റെ അവസാന ഭാഗം, യോഹന്നാന്റെ സുവിശേഷം, ഇതൊക്കെ വചനമൊക്കെ അറിയാവുന്ന വചനമാണെങ്കിലും കുറിച്ച് വെച്ചു. അപ്പൊ പിന്നീടാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ വചനമൊക്കെ ഒന്ന് മനസ്സിൽ നോക്കിയാൽ ഒത്തിരി അതൊരു ഉൾക്കാഴ്ചയെ ബോധ്യത്തിൽ. നമ്മള് 3 വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടൺ ഡിസിയിലെ തപസ് തുടങ്ങിയ അന്ന് തൊട്ട് അവർ വാഷിംഗ്ടണിലുള്ളവർ മാസത്തിലൊന്ന് ഒരുമിച്ച് കൂടും. എന്നിട്ട് അവര് ഈ വചനം കുറിച്ച് വെച്ച വചനം എല്ലാവരോടും കൊടുന്ന് ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് നോട്ടൊക്കെ ഒന്ന് വായിച്ച് അവർ മാസത്തിൽ ഒരു ദിവസം ഉപവാസ ദിവസമായിട്ട്, ഒരു ശനിയാഴ്ച ഉപവാസ ദിവസമായിട്ട് ചെലവഴിക്കും. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് ഒത്തിരി നല്ല നമുക്ക് ആ ഒരു കൃപ ഫോളോ അപ്പായിട്ട് അപ്പം കിട്ടുന്ന വചനമൊക്കെ കുറിച്ച് വെച്ച് നമുക്കിപ്പം തനിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും വചനമൊക്കെ ഒന്ന് മറിച്ച് നോക്കാനും, അല്ലെങ്കിൽ എഴുതി വെച്ച വചനമൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാനും ഒത്തിരി സഹായം നമുക്ക് കുറെ കൊടുന്ന് അതിലൂടെ കടന്നു പോകും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ലെ 63-ാം വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, എന്റെ വചനം ആത്മാവും ജീവൻ. എന്റെ വചനം ആത്മാവും ജീവൻ. അപ്പൊ ആത്മാവിന്റെ വചനം നമുക്ക് ജീവൻ തരും. നമുക്ക് ആത്മാവാണ്, അത് ജീവനാണ്. നമ്മള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അതുപോലെ ശക്തമാണ് തമ്പുരാന്റെ വചനം നമുക്ക് തരുന്ന ശക്തി. ആ വചനത്തിലൂടെ ലഭിക്കുന്ന ദൈവാനുഗ്രഹം. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-3 നോക്കിയേ കാണാം. യോഹന്നാന്റെ സുവിശേഷം 15-3 കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ജീവനോടെ പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ 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 അപ്പോൾ എന്റെ വചനം ആത്മാവും ജീവനുമാണ്. വീണ്ടും ഈശോ പറയാണ്, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധികളുണ്ട്. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും നമുക്കറിയാം തപസ്സിന്റെ ഭൗതികമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ടെങ്കിലും തപസ്സിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ ജോഷുവ 3:5 വചനത്തെ കുറിച്ച് വെച്ചു. കിട്ടുന്ന വചനങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ഉറക്കാനൊന്നും പറഞ്ഞു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ജീവനോടെ പ്രൈസ് ദി ലോർഡ്. നടുവൊക്കെ നിവർത്തി തിരിഞ്ഞ് നടുവൊക്കെ ചായ കിടന്നാൽ പറയാതെ നമുക്ക് കണ്ണുകളൊക്കെ അടഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇവിടെ മാത്രമേ ഞാനിങ്ങനെ കത്തിലേക്ക് ഇറങ്ങിക്കുന്നുള്ളൂ കേട്ടോ. സാധാരണ ഞങ്ങൾ
ഇങ്ങനെ ആൾക്കാർക്ക് ബൂസ്റ്റി കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഒരിടത്ത് സ്പീഡില് ധ്യാനം കഴിയുമ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അങ്ങനാണെങ്കിലേ നമുക്ക് ഇവിടെ ഒരു തപസ്, ഞാൻ പറഞ്ഞു തപസ് നടത്താം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ പോയിട്ട് വന്നു പോയി പരിപാടി നടക്കില്ല. എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാനായിട്ട് സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ തപസ് നടത്താം. പക്ഷെ വീക്കെൻഡ് എല്ലാം ഫുള്ളാണ്, വീക്കെൻഡ് എല്ലാം ഇടവഴിയും ധ്യാനം. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ വീക്ക് ഡേയ്സ് ക്രമീകരിക്കാം. അച്ഛന് നമ്പർ എനിക്ക് നമ്പർ പ്രശ്നമൊന്നുമില്ല, 5 പേരെ 5 പേര് എവിടെ ഒരാളിരുന്നാലും നമുക്ക് അവരോട് തപസിക്കാം. അതുകൊണ്ട് നമ്പറിനെ കുറിച്ച് ആഗ്രഹം വേണ്ട, പറ്റുന്നതോ അവരെ ഓടി നടന്നു വീക്ക് ഡേയ്സിൽ ഒരു ധ്യാന സെന്ററിൽ കണ്ടുപിടിച്ചു. ഏതായാലും അവസാനം നമുക്ക് ധ്യാന സെന്റർ ഉള്ള ആളെ ശക്തി ധ്യാനത്തിനിടയ്ക്ക്. അപ്പൊ മെൽബണിലാണെങ്കിൽ അവസാനം ധ്യാനം അവിടെയാണ്. അന്ന് തന്നെ ധ്യാനം ചെയ്ത് നമ്മൾ നാട്ടിലോട്ട് തന്നെ പോകും. അപ്പൊ ധ്യാന സെന്ററിലോട്ട് എന്റെ ലഗേജ് എല്ലാം കൊണ്ടുവന്നിട്ട് ധ്യാന സെന്ററിൽ തന്നെയാണ് എയർപോർട്ടിലോട്ട് തന്നെ കൊണ്ടുവന്ന് ആക്കാൻ. ധ്യാനം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് 4-ന് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അവിടുത്തെ തപസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അവിടുന്ന് ഇവിടുന്ന് ഓരോരുത്തർ കൂട്ടുകാരുടെ പരിചയക്കാരൊക്കെ പറഞ്ഞ് 150 പേര് അവിടെ തപസ്സുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നാട്ടിലെ അതേ അനുഭവത്തിലൂടെ അവരെ നയിക്കാൻ സാധിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ധ്യാനക്കാലം എത്ര പേരുണ്ടെന്ന് ഇപ്പൊ ഇവിടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ 1 വർഷം മുമ്പേ ആള് ബുക്ക് ചെയ്ത് നമ്മൾ ക്രമീകരണം ചെയ്തെങ്കിലേ ഇവർ ഒരു സ്ഥലം കിട്ടുള്ളൂ. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ ചെന്നിട്ട് അത് ഒത്തിരി പവറാണ്. അപ്പൊ നമുക്ക് പല രീതിയിൽ സാധാരണ യേശുനാമത്തോട് വിടുകയാണ്. സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യേശുവിന്റെ ആ നാമം താളാത്മകമായിട്ട് നമ്മൾ ആവർത്തിക്കുകയാണ്. യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ എല്ലാവരും ചേർന്ന് യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശുവേ യേശു യേശുവേ യേശു യേശുവേ യേശു യേശുവേ. ബ്രേക്ക് എന്ന് പറയുന്ന സമയം നമുക്ക് ബ്രേക്ക് ആയിട്ടില്ല. വെള്ളം കുടിക്കുന്നു, പ്രാഥമിക ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകും, പെട്ടെന്ന് തിരിച്ചു വരുന്നു. ഇടയ്ക്ക് ചാപ്പലിൽ ഈശ്വരയെ വിളിച്ചു വെച്ചിട്ടുണ്ട്. ഈശ്വരയുടെ നിന്ന് ഹലോ ഹോവാറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി നിങ്ങൾ ആ യേശുനാമം ചെല്ലിക്കൊണ്ട് തന്നെ പ്രാഥമിക ആവശ്യത്തിന് വെള്ളം കുടിക്കാനൊക്കെ പോയിട്ട് ഓടിയിട്ട് വരിക. സംസാരിക്കരുത്. നോട്ട് ബുക്ക് വായനത്തിരിക്കുകയാണെങ്കിൽ അത് എടുത്തിട്ട് വരിക. യേശുവേ നമ്മളൊന്ന് ജീവൻ പിടിപ്പിച്ച് വരുന്ന സമയത്ത് വിധം ഗ്രാമത്തിലേക്ക് വരുമ്പോൾ കോഫി ബ്രേക്ക്, പിന്നെ ആ പോയി സംസാരിച്ച് ബഹളം വെച്ച് പിന്നെ അരമണിക്കൂർ എന്ന് പറഞ്ഞ് പോയി 3/4 മണിക്കൂർ കഴിഞ്ഞ് വല്ലാതെ പിന്നെ നമ്മൾ ധ്യാനം തുടങ്ങി. ഒരുവിധം ഗ്രൂപ്പ് ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാകുമ്പോൾ ലഞ്ച് ബ്രേക്ക്, പിന്നെ ഒരു പോക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അമ്മയെ പറയും ഉറക്കം വരും. പിന്നെ ഉച്ചയ്ക്ക് 3 മണിക്കത്തെ കാപ്പി, പിന്നെ ഇപ്പം അങ്ങനെ ആ ഒരു രീതിയൊക്കെ കഴിഞ്ഞപ്പോൾ മടുത്തു. ഇപ്പൊ വെറുതെ ഇല്ലാത്ത നമ്മളെ ഈ തമ്പ് പിടിച്ച് വേദന പിടിച്ച് ആരോഗ്യമില്ല, ഇതിനിടയ്ക്ക് വന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ തമസ് ഇവിടെ നടത്താൻ പറ്റും, ഈ ജനങ്ങൾക്ക് എങ്ങനെ തമസ് നടത്താൻ പറ്റും? 1-2 പേരുടെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ മനുഷ്യര് ഒന്നില്ല ഏറ്റവും കുറഞ്ഞത് കാപ്പിയെങ്കിലും. കാരണം ജോലി സ്ഥലങ്ങളിലൊക്കെ ഓരോ ബ്രേക്കിന് 1 മണിക്കൂർ 2 മണിക്ക് ചായയും കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നവര് വെള്ളം മാത്രം കുടിച്ചോണ്ടാണ് ഇരിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അന്ന് തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ, കാരണം കർത്താവ് വ്യക്തമായ സന്ദേശം തന്നു. ഇവിടെ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും നമുക്ക് യൂറോപ്പിന്റെ അമേരിക്കയുടെ കാനഡയുടെ ഒക്കെ റീഇവാഞ്ചലൈസേഷൻ അത് ഉപവാസത്തിലൂടെ തപസ്സിലൂടെ യാഥാർത്ഥ്യമാകൂ എന്നൊരു സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ജോർജ് ബത്തേരിയുടെ ബ്രദർ ഫ്രാൻസിസ് ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്. ഞാൻ അവിടെ ധ്യാനിക്കാൻ പോയപ്പോൾ ഒരു കുറച്ച് നാൾ അവിടെ വീട്ടിൽ താമസിച്ച് അവിടെ ധ്യാനം കൊടുക്കാൻ പോയത്. അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഈ സഹോദരൻ പട്ടേരി
അപ്പൊ ഞാൻ പറഞ്ഞു, ജോർജ്, ഞാനിങ്ങനെ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ദൈവം കൂട്ടി യോജിപ്പിച്ച ഒരു വ്യക്തിയാണ്. അന്ന് തൊട്ട് അമേരിക്കയുടെ ഉടനീളം കാനഡയിലും തപസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓരോ റീജിയനിലും ഇപ്പൊ ഇവിടെ നമ്മുടെ അനേകം മക്കൾ ഒന്നിച്ചു കൂടിയപ്പോഴാണ് ഇതൊരു യാഥാർത്ഥ്യമായി. നമ്മുടെ ജോർസൻ, അതുപോലെ തന്നെ സോളി, രാജു, സുഷമ, അതുപോലെ ചോയ്സ്, അനേകം അങ്ങനെ ഒത്തിരി പേര് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു യാഥാർത്ഥ്യമായത്. അപ്പോൾ ഓരോ റീജിയനിലും ഓരോരുത്തരും കോർഡിനേറ്റ് ചെയ്യാനുണ്ടെങ്കിലും പൊതുവെ അമേരിക്കയുടെയും കാനഡയുടെയും പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ആൾക്കാരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ട് വിളിക്കുകയാണ്, ഞാൻ പല ഭൂഖണ്ഡങ്ങളിലുമായിരിക്കും. ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ജോർജാണ് എല്ലാ പ്രോഗ്രാമുകളും എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പൊ നമുക്ക് ഈ ആഴ്ചയുടെ കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ന്യൂജേഴ്സിയിലെ തപസ് കഴിഞ്ഞ ഉടനെ തന്നെ വാഷിംഗ്ടണിലെ തപസ്, വാഷിംഗ്ടണിൽ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഹൂസ്റ്റണിലെ തപസ്. അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം ഞാനിവിടെ വന്നു കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഒരു രാജൻ ലൂക്കോസ് എന്ന് പറഞ്ഞ ഫിലാഡൽഫിയ, ഞാൻ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ രാജൻ ലൂക്കോസും ജോർജ് കുട്ടിയെ കൂടിയാണ് കംപ്ലീറ്റ് കാനഡയിലെ അമേരിക്കയിലെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. നമുക്ക് ജോർജിനെ ഈശ്വരകാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഒരു നിമിഷം ഈ മകനത്തിലൂടെ ഈശോ സംസാരിക്കാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, കർത്താവെ ബോധത്തിൽ നിന്നുള്ള വചനത്തിലൂടെ ആഴമായ ഒരു ഉൾക്കാഴ്ച നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവ് മകന്റെ അതിലൂടെ നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച് കരമേറിയ മുഖത്ത് സ്തുതിക്കാൻ. നമുക്ക് സാധാരണ സെക്കൻഡ് ഡേയിൽ നേരത്തെ ദിവസം കൂടിയുള്ളവർക്ക് അറിയാം, വെള്ളിയാഴ്ച നമ്മൾ ദിവസം തുടങ്ങിയാൽ ശനിയാഴ്ചയാണ് നമ്മുടെ ഉപസ്ഥാനം. പക്ഷെ നമ്മുടെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച തൊട്ട് തിങ്കളാഴ്ച വരെയാണ്. പക്ഷെ ഞായറാഴ്ച അച്ഛന്മാർക്ക് വളരെ റയറായിട്ട് ഫ്രീ ആകാനായിട്ട് ഞായറാഴ്ച എല്ലാവർക്കും തന്നെ ഇടവകയിൽ ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച അച്ഛന്മാരെ ഫ്രീ ആയിട്ട് കിട്ടാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് 2 അച്ഛന്മാര് സംസാരിപ്പിക്കാനായിട്ട് വരും. അപ്പം 2 മണിയാകുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.